ജാങ് പോൾ സാർത്ര തൻ്റെ ആത്മകഥയായ വാക്കുകളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം അദ്ദേഹം കഴിച്ചു കൂട്ടിയത് മറ്റു കുട്ടികൾക്കൊപ്പം പലതരം കളികൾക്കൊപ്പമല്ല. അദ്ദേഹം അമ്പിളിമാമനോട് ചങ്ങാത്തം പാലിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കളിക്കൂട്ടുകാർ, അദ്ദേഹത്തിൻ്റെ കിളികൾ, അദ്ദേഹത്തിൻ്റെ അമ്പിളിമാമൻ എല്ലാം അലമാരിയിലെ പുസ്തകങ്ങളായിരുന്നു. ഇങ്ങനെ പുസ്തകങ്ങളുടെ ലോകത്തിലൂടെ തൻ്റെ ജീവിതം ആരംഭിച്ച ജാങ് പോൾ സാർത്ര ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, വിശന്നു മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഈ പുസ്തകങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല എന്ന്. ഇന്ന് ഗസയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അൽഗോരിതത്തിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ഗസയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം, അത് എല്ലാവരും ആവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഭൂമിയിലെ വലിയൊരു പ്രകൃതി ദുരന്തം വന്ന് എല്ലാ മനുഷ്യരും അവശേഷിച്ച് ഒരാൾ മാത്രം ബാക്കിയാവുകയാണെങ്കിൽ അയാൾ പലതും മറന്നാലും ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒന്നായി ഗസയിലെ മനുഷ്യരുടെ ജീവിതം, കുഞ്ഞുങ്ങളുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഓർമ്മിക്കണം, ഭക്ഷണ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ ഒരു പിടി നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന കുട്ടികളെ കൃത്യം മുന്നം വെച്ച് വെടിവെച്ച് കൊല്ലുന്ന ഭീകരത, അതിനെ എന്ത് പേരിട്ട് വിളിക്കും എന്നറിഞ്ഞുകൂടാ. ഇസ്രായേൽ മഹാകവിയായി അംഗീകരിക്കപ്പെട്ട ബിയാലിക് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ചോരക്ക് നാളിതുവരെയായി ചെകുത്താൻ പോലും പ്രതികാരം കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ അർത്ഥത്തിൽ സാർത്ര പറഞ്ഞു, പുസ്തകങ്ങളുടെ ലോകത്ത് ജീവിച്ച് പുസ്തകങ്ങളുടെ ലോകത്തിലൂടെ വളർന്നു വന്ന സാർത്ര പറഞ്ഞു, വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ നിങ്ങളുടെ പുസ്തകങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ, ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഇതുവരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഗ്രറ്റ തുംബർഗിൻ്റെ കപ്പൽ ഗസയിലെ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണവുമായി എത്തിപ്പെടും എന്ന് തന്നെയായിരുന്നു. നമ്മൾ ഓർമ്മിക്കണം, ലോകമറിയപ്പെടുന്ന ഗ്രറ്റ തുംബർഗ് അവർ ഭക്ഷണവുമായിട്ടാണ്, അതല്ലാതെ ആയുധങ്ങളുമായിട്ടല്ല. എന്നിട്ട് പോലും അത് തടയപ്പെടുന്നു എന്ന് പറയുമ്പോൾ എല്ലാവിധ മാനവിക മൂല്യങ്ങളെയും മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ഭീകരതയാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ലോകം നിസ്സഹായമാണ്. പുണ്യപ്രിയദാസ് ഗുപ്തയുടെ ഒരു പുസ്തകമാണ് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ പേര് ചീറ്റഡ് ബൈ ദി വേൾഡ്, ലോകത്താൽ വഞ്ചിക്കപ്പെട്ട ഒരു ജനത. ഐക്യരാഷ്ട്രസഭ പോലും നിസ്സഹായമായി ഈ വിധം ലോകത്തിലെ ഏതെങ്കിലും സംഘർഷ സന്ദർഭങ്ങളിൽ നോക്കി നിന്നു എന്ന് നമുക്ക് പറയാനാവില്ല. പക്ഷേ ഇപ്പോൾ എല്ലാ അതിരുകളും കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലും ഞാൻ ഈ അൽഗോരിതത്തിൻ്റെ എപ്പിസോഡിൽ പറയാൻ ശ്രമിക്കുന്നത് വളരെ ചെറിയ, എത്ര പറഞ്ഞാലും അധികമാവാത്ത, എന്നാൽ എന്താണ് സത്യത്തിൽ പാലസ്തീൻ പ്രശ്നം, എന്താണ് ഗസയിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള എത്രയെത്രയോ പുസ്തകങ്ങൾ, ഫിലിമുകൾ, റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ മലയാളത്തിൽ ശ്രദ്ധേയമായി തീർന്ന ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് വളരെ സംക്ഷിപ്തമായുള്ള അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിലെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. ഈ പുസ്തകം ആദ്യം തിരഞ്ഞെടുക്കാൻ അനിവാര്യമായും അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിൽ ഗസയെക്കുറിച്ചുള്ള ആലോചനകൾക്കിടയിൽ മറ്റു പല പുസ്തകങ്ങളും നമ്മൾ പരിചയപ്പെടുത്തേണ്ടി വരും. അക്കൂട്ടത്തിൽ അതിന് തുടക്കം കുറിച്ചുകൊണ്ട് ആദ്യം തിരഞ്ഞെടുക്കുന്നത് ഫ്രം ബൈറൂത്ത് ടു ജെറുസലേം, കുടിയിറക്കപ്പെട്ടവരുടെ മേൽവിലാസം എന്ന പേരിൽ അബ്ദുള്ള മണിമ മലയാളത്തിലേക്ക് മനോഹരമായി വിവർത്തനം ചെയ്തൊരു പുസ്തകമാണ്. ഞാൻ ആ പുസ്തകം കയ്യിലെടുത്തിട്ടുണ്ട്. അതെടുക്കാൻ കാരണം ആ പുസ്തകത്തിന്
നിരവധി പ്രത്യേകതകളുണ്ട്. ആ പുസ്തകം ഇതാണ്. ഈ പുസ്തകത്തിൽ ഡോക്ടർ ആങ്സി ചായയെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞാൽ മാത്രമേ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത വ്യക്തമാവുകയുള്ളൂ. ഡോക്ടർ ആങ്സി ചായ് ആത്മാർത്ഥമായും വിശ്വസിച്ചത്, കരുതിയത് പാലസ്തീൻകാർ തമ്മാടികളാണ്, ഭീകരരാണ്, അവർ കൊള്ളരുതാത്തവരാണ് എന്നാണ് അവർ ആത്മാർത്ഥമായി വിചാരിച്ചിരുന്നത്. അവർ ബൈറൂത്തിൽ ഒരു അഭയാർത്ഥി ക്യാമ്പിലെ ആശുപത്രിയിൽ ഡോക്ടറായി പാലസ്തീൻകാരുമായി പരിചയപ്പെടുന്നത് വരെ പാലസ്തീൻകാരെക്കുറിച്ചുള്ള അവരുടെ ധാരണയാണ് ഞാൻ പറഞ്ഞത്. തമ്മാടികളാണവർ, ഭീകരരാണവർ. കാരണം മാധ്യമങ്ങളിലൂടെ പാലസ്തീൻകാർ ആവിധമാണ് ചിത്രീകരിക്കപ്പെട്ടത്. ആ ചിത്രീകരണം പരമാർത്ഥമാണ് എന്ന് കരുതിയ എത്രയെത്രയോ പ്രതിഭാശാലികളിൽ നമ്മൾ ഓർക്കണം, മലയാളത്തിൻ്റെ അഭിമാനമായ OV വിജയൻ അടക്കം. അദ്ദേഹം ഇസ്രായേലിനെ കുറിച്ചുള്ള എഴുതിയ ഒരു പ്രബന്ധമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഇസ്രായേലിനെ അറബി പണത്തിൻ്റെ ഒരുതരം അതിപ്രസരം കൊണ്ട് കേരളത്തിൽ പോലും വെറുതെ കുറ്റപ്പെടുത്തുകയാണ് എന്ന് മലയാളത്തിൻ്റെ അഭിമാനമായ OV വിജയൻ പോലും എഴുതേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള പാലസ്തീൻ വിദ്വേഷം കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് വ്യാജ വാർത്തകളുടെ വെള്ളപ്പൊക്കത്തിൽ പ്രതിരോധിക്കാനാവാതെ മുങ്ങിപ്പോകുന്ന പ്രതിഭാശാലികളെ അനിവാര്യമായും കാത്തിരിക്കുന്ന, എന്ത് പേരിട്ട് വിളിച്ചാലും അധികമാവാത്ത ഒരു സാംസ്കാരിക ദുരന്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പ്രബന്ധം. അതുപോലെ കടന്നുപോയ എത്രയോ അനുഭവങ്ങളാണ് ഡോക്ടർ ആങ്സി ചായ്ക്കുമുള്ളത്. അവരുടെ വ്യക്തിപരമായ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് മതരഹിതരായ അച്ഛനമ്മമാരുടെ മകളായിട്ടാണ് അവർ ജനിക്കുന്നത്. പക്ഷെ പിന്നീട് അവർ ക്രിസ്തുമതം സ്വീകരിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്രിസ്തുമതത്തിൻ്റെ മൂല്യങ്ങൾക്കും മാനവിക മൂല്യങ്ങൾക്കും എതിരായി വലിയ വിദ്വേഷ പ്രചാരണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ അവരുടെ ഒരു മുൻകൂർ മാതൃകയായി, എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തമായി തെറ്റ് മനസ്സിലാക്കിയപ്പോൾ അത് അതിവേഗത്തിൽ തിരുത്തിയ ഒരു മഹാസാന്നിധ്യമായി ഡോക്ടർ ആങ്സി ചായിയെ ഇപ്പോൾ നമുക്ക് ഓർമ്മിച്ചെടുക്കാവുന്നതാണ്. മതരഹിതരായ രക്ഷിതാക്കൾക്ക് വളർന്ന് അവർ ക്രിസ്തുമതം സ്വീകരിക്കുന്നു. ആ രക്ഷിതാക്കൾ അതിൽ ഇടപെടുന്നില്ല. അതാണ് ഔന്നത്യം, അതാണ് ജനായത്വത്തിൻ്റെ മഹത്വം. അവർ സ്വന്തമായ രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, പാലസ്തീൻകാർ തമ്മാടികളാണ്. പക്ഷേ ആ ആശുപത്രിയിൽ, ബൈറൂത്തിലെ പാലസ്തീൻകാർ താമസിക്കുന്ന ഗസ എന്ന ആശുപത്രിയിൽ, ഇവിടെയും ഒരു കൗതുകമുണ്ട്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഏത് അഭയാർത്ഥി ക്യാമ്പിലായാലും അവർ തങ്ങളുടെ ആശുപത്രിക്കും ഹോട്ടലിനും ഒക്കെ കൊടുക്കുന്ന പേര് ഗസ, റാഫ തുടങ്ങിയ പേരുകളാണ്. അതവരുടെ ജ്വലിക്കുന്ന ദേശീയ ബോധത്തിൻ്റെ അടയാളമാണ്. അതാരെങ്കിലും ഒഴിച്ചു നിർത്താനല്ല, മറിച്ച് പീഡിതരായ മുഴുവൻ മനുഷ്യരെയും ചേർത്ത് നിർത്തുന്നതിൻ്റെ ഭാഗമാണ്. അങ്ങനെ അവർ ജോലി ചെയ്യേ പെട്ടെന്ന് നടുക്കമുണ്ടാക്കുന്ന വിധം ഇടിവെട്ട് പോലുള്ളൊരു ശബ്ദം കേട്ട് അവർ ഞെട്ടി. പക്ഷേ ചുറ്റുമുള്ള പാലസ്തീൻ അഭയാർത്ഥികൾക്ക് ആ വിധമുള്ള ഒരു ഞെട്ടലും ഉണ്ടായില്ല. അവരുച്ചരിച്ചൊരു വാക്ക് ഹലാസ്. ഡോക്ടർ ആങ്സി ചായ് പറയുന്നുണ്ട്, ഞാൻ പഠിച്ച ആദ്യത്തെ അറബി വാക്യം ഹലാസ് എന്നാണ്. എന്നാൽ അടുത്ത ഘട്ടത്തിൽ തന്നെ അവർ മറ്റൊരു വാക്കും കൂടി ഉച്ചരിച്ചു. അത് സ്ഥൈര്യം, അതിജീവനം എന്ന അർത്ഥമുള്ള ഒരു വാക്കാണ്. താൻ പഠിച്ച 2 വാക്കുകളെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. ഹലാസ്, ബോംബ് വീണ ശബ്ദമാണ് ആ കേട്ടത്. പക്ഷേ അവർ പതറിയില്ല. ഞങ്ങൾ അതിജീവിക്കും എന്നവർ പ്രഖ്യാപിക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ എപ്പിസോഡ് ആരംഭിക്കുക എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ ഈ എപ്പിസോഡിൻ്റെ പ്രധാന ഭാഗമായി, പ്രത്യേകിച്ചും ഇന്ന് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ലോകത്തൊരിടത്തും സംഭവിക്കാൻ പാടില്ലാത്ത അതിഭീകരമായ കാര്യം, പക്ഷെ അപ്പോഴും അവർ പൊരുതി നിൽക്കുന്നു എന്നുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധശക്തിക്ക് അമേരിക്ക, ലോകത്തിലെ ഏറ്റവും വലിയ ചാരശക്തി സയനിസ്റ്റ് ഇസ്രായേൽ, ഇത് രണ്ടും ചേർന്നാൽ സത്യത്തിൽ ലോകത്തിൽ ആർക്കും അവരോട് നേരിട്ട് ഏറ്റുമുട്ടുക പ്രയാസമാണ്. എന്നിട്ടും ഭക്ഷണം പോലുമില്ലാത്തൊരു ജനത പൊരുതി നിൽക്കുന്നു എന്നുള്ളത് പോരാട്ട ചരിത്രത്തിലെ മഹാവിസ്മയമായി
ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും. അവരുടെ ഹലാസിനൊപ്പം അവർ പറയുന്ന ആ സ്ഥൈര്യം, സമുദ് എന്നാണ് ആ വാക്ക്. ഡോക്ടർ ആങ്സി ചായ് പഠിച്ച ആദ്യത്തെ 2 അറബി വാക്കുകൾ ഞാൻ ആവർത്തിക്കുന്നു. ഹലാസ്, എല്ലാം കഴിഞ്ഞു. സമുദ്, അതിജീവിക്കും, സ്ഥൈര്യം. അതുകൊണ്ട് ആ സ്ഥൈര്യത്തെക്കുറിച്ചുള്ള അവരുടെ ഒരു കവിത നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച ഡോക്ടർ ആങ്സി ചായുടെ ഈ പുസ്തകത്തിലുണ്ട്. അബ്ദുള്ള മണിമയുടെ വിവർത്തനം, ആ കവിത ഞാനിവിടെ അവതരിപ്പിക്കുന്നു. ഞാൻ അതിജീവിക്കുകയാണ്, ഇടർച്ചയില്ലാതെ ഞാൻ അതിജീവിക്കുകയാണ്. എൻ്റെ ജന്മഭൂമിയിൽ ഞാൻ അതിജീവിക്കുകയാണ്, ഇടർച്ചയില്ലാതെ ഞാൻ അതിജീവിക്കുകയാണ്. എൻ്റെ ജന്മഭൂമിയിൽ, ഒരുപക്ഷെ ആ ഒറ്റ പ്രയോഗം, എൻ്റെ ജന്മഭൂമിയിൽ, ലോകത്തിലെ മറ്റൊരു രാജ്യത്തിലെ ജനതക്കും അത് കൃത്യം വിവർത്തനം ചെയ്യാൻ പറ്റില്ല. മുഹമ്മദ് ദാർവിഷിൻ്റെ ഒരു കവിതയുടെ പേര്, ആ കവിതയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും പുതിയ കവിത എൻ്റെ രാജ്യമാകുന്നു. മലയാളത്തിൽ ഇതിനെ പെട്ടെന്നൊരു കവിതയായിട്ട് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനാവില്ല. എന്നാൽ ഒരു പാലസ്തീൻ മനുഷ്യന് അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരിക്കുമ്പോഴും എൻ്റെ ഏറ്റവും പുതിയ കവിത എൻ്റെ രാജ്യമാകുന്നു എന്ന മുഹമ്മദ് ദാർവിഷിൻ്റെ വരികൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ കൗതുകരമായ ഒരു കാര്യം, ദാർവിഷ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാർവിഷ് തൻ്റെ ഉമ്മയെക്കുറിച്ചുള്ള എഴുതിയൊരു കവിത, അക്ഷരാർത്ഥത്തിൽ അത് ഉമ്മയെക്കുറിച്ചാണ്. ആ കവിതയ്ക്ക് വേറൊരർത്ഥവുമില്ല. പക്ഷേ പാലസ്തീൻകാർ ആ കവിത വായിച്ചത് പാലസ്തീനാണത്, തങ്ങളുടെ ജന്മഭൂമിയാണത്, തങ്ങളുടെ മാതാവായ പാലസ്തീൻ എന്ന ജന്മഭൂമിയെക്കുറിച്ചാണ് ആ കവിത. ദാർവിഷ് പറയുന്നുണ്ട്, ഞാൻ പാലസ്തീനെക്കുറിച്ചല്ലല്ലോ എഴുതിയത്, ഞാൻ എൻ്റെ ഉമ്മയെക്കുറിച്ചാണല്ലോ എഴുതിയത്. എന്നിട്ടും അവർ തങ്ങളുടെ മാതൃഭൂമിയായി, തങ്ങളുടെ മാതാവായി ആ കവിത വായിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കവിതയിലേക്ക് ഞാൻ തിരിച്ചു വരുന്നു. ഞാൻ അതിജീവിക്കുകയാണ്, ഇടർച്ചയില്ലാതെ ഞാൻ അതിജീവിക്കുകയാണ് എൻ്റെ ജന്മഭൂമിയിൽ. അവരെൻ്റെ അപ്പം തട്ടിയെടുക്കട്ടെ, ഞാൻ അതിജീവിക്കുകയാണ്. 2025 അന്വേഷണത്തിൻ്റെ അൽഗോരിതം വളരെ അസ്വസ്ഥമായ മനസ്സോടെ ഗസയിലെ ദുരിതപൂർണമായ ജീവിതത്തെ, ഭക്ഷണം പോലും കിട്ടാത്ത, ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും വെടിവെച്ച് കൊല്ലുന്ന അതിഭീകരമായ ഒരവസ്ഥയിൽ ഈ വരികൾക്ക് എത്ര ടൺ, എത്ര കിൻഡൽ ഭാരമുണ്ടാകും എന്ന് പറയാൻ പ്രയാസമാണ്. അവരെൻ്റെ അപ്പം തട്ടിയെടുക്കട്ടെ, ഞാൻ അതിജീവിക്കുകയാണ്. അവരെൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നു കളയട്ടെ, ഞാൻ അതിജീവിക്കുകയാണ്. അവരെൻ്റെ ഭവനം തകർത്ത് കളയുകയാണെങ്കിൽ, എൻ്റെ പ്രിയ ഗേഹമേ, നിൻ്റെ ചുമരുകളുടെ നിഴലിൽ ഞാൻ അതിജീവിക്കുകയാണ്. അഭിമാനത്തോടെ ഞാൻ അതിജീവിക്കുകയാണ്. ഒരു ദണ്ടുകൊണ്ട്, ഒരു കൈകത്തി കൊണ്ടും ഞാൻ അതിജീവിക്കുകയാണ്. അവരെൻ്റെ കൈയും കൊടിയും അറുത്തു കളഞ്ഞാൽ ബാക്കിയായ കൈകൊണ്ട് ഞാൻ അതിജീവിക്കുകയാണ്. എൻ്റെ പാടവും എൻ്റെ തോട്ടവും കൊണ്ട് ഞാൻ അതിജീവിക്കുകയാണ്. വിശ്വാസങ്ങളിൽ എൻ്റെ ദാർഢ്യം കൊണ്ട് ഞാൻ അതിജീവിക്കുകയാണ്. എൻ്റെ പല്ലും നഖവും കൊണ്ട് ഞാൻ അതിജീവിക്കുകയാണ്. എൻ്റെ ശരീരത്തിലെ മുറിവുകൾ പെരുത്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ എൻ്റെ മുറിവിനാലും രക്തത്താലും ഞാൻ അതിജീവിക്കുകയാണ്. സമുദ് എന്ന് പറയുന്ന അതിജീവനത്തിൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കിടയിലും, നിരന്തരമായ ആക്രമണങ്ങൾക്കിടയിലും എപ്രകാരമാണ് ഒരു ജനതയ്ക്ക് ഈ വിധം നിവർന്നു നിൽക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് ഗസയെക്കുറിച്ചും പാലസ്തീനെക്കുറിച്ചും നമ്മൾ ആലോചിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പുസ്തകത്തെക്കുറിച്ചാണ്, ഫ്രം ബൈറൂത്ത് ടു ജെറൂസലേം, കുടിയിറക്കപ്പെട്ടവൻ്റെ മേൽവിലാസം. ഈ പുസ്തകത്തിൽ ഒരിടത്ത് പത്രപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഡോക്ടർ ആങ്സി ചായിയോട്, അവർ പലസ്തീനിലെ അഭയാർത്ഥി ക്യാമ്പിലെ ജീവിതം വിവരിക്കുമ്പോൾ അവരോട് പത്രപ്രവർത്തകർ ചോദിക്കാറുണ്ട്, നിങ്ങൾ കരയാറുണ്ടോ? അതിനവർ പറഞ്ഞ ഉത്തരം, കരഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ വല്ല മൃഗമോ മറ്റോ ആവണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഡോക്ടർ ആങ്സി ചായ്, നമ്മൾ തുടക്കത്തിൽ തിരിച്ചറിഞ്ഞു, പാലസ്തീൻകാരെ മാധ്യമ പ്രചാരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൊള്ളരുതാത്തവരായി ആത്മാർത്ഥമായി കരുതിയ
എന്നാൽ അവരുടെ ജീവിതം കണ്ടപ്പോൾ, അത് മനസ്സിലാക്കിയപ്പോൾ അവരുടെ മനസ്സ് മാറി. അവർ പാലസ്തീൻ പക്ഷപാതിയായി. അതിൻ്റെ പേരിൽ അവർക്ക് നിരവധി എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. എന്നിട്ടും അവർ പാലസ്തീൻ പക്ഷത്ത് ഉറച്ചു നിന്നു. ഈ പുസ്തകത്തിൽ നിരവധി കാര്യങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ചെറിയ എപ്പിസോഡിൽ അത് അസാധ്യമാണ്. എങ്കിലും ഒരു സന്ദർഭം ചൂണ്ടിക്കാണിക്കാം. അത് നമ്മളുടെ കണ്ണ് നനയ്ക്കും, ഉറപ്പാണ്. അത് മറ്റൊന്നുമല്ല, അഭയാർത്ഥി ക്യാമ്പിൽ കൂട്ടക്കൊല നടന്നപ്പോൾ ഇപ്പോൾ ഗസയിലെ കുട്ടികൾ അനുഭവിക്കുന്ന, അവിടുത്തെ മനുഷ്യരനുഭവിക്കുന്നത് പോലെ പട്ടിണി, അതിൻ്റെ എല്ലാവിധ ഭീകരതകളും അവരുടെ മേൽ പ്രയോഗിച്ചപ്പോൾ, മുമ്പ് ഇതുപോലൊരു പ്രതിസന്ധി വന്നപ്പോൾ അവർ മത നേതാക്കന്മാർക്ക് എഴുതി ചോദിച്ചത് പട്ടിയെയും പൂച്ചയെയും തിന്ന് വിശപ്പടക്കാൻ വകുപ്പുണ്ടോ എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ ചോദിക്കുന്നത്, ആങ്സി ചായി ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്, മൃതദേഹം ഭക്ഷിക്കാൻ, മരിച്ചവരുടെ മൃതദേഹം ഭക്ഷിക്കാൻ, ജീവിതം നിലനിർത്താൻ ഒരു നിർവാഹവുമില്ലാതെ വരുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചവരുടെ മൃതദേഹം ഭക്ഷിക്കാൻ മതത്തിൽ അനുവാദമുണ്ടോ എന്നവർ തങ്ങളുടെ മതപണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ അനുവാദമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, ആ അനുവാദം ഞങ്ങൾ എങ്ങനെ നടപ്പിലാക്കും? മരിച്ചു കിടക്കുന്നത്, കൊല്ലപ്പെട്ട് കിടക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ ബന്ധുക്കളുമാകുമ്പോൾ ഞങ്ങൾക്കതെങ്ങനെ നടപ്പിലാക്കാൻ കഴിയും എന്നവർ ചോദിക്കുന്ന വളരെ വികാരാർദ്രമായ ഒരു സന്ദർഭം ഈ പുസ്തകത്തിൽ വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. മറ്റൊരു സന്ദർഭം, ഉമ്മമാർ വെള്ളമെടുക്കാൻ പോകുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. രാത്രിയിലാണ്, എല്ലാവരും ഉറങ്ങുമ്പോഴാണ്. ഉറങ്ങുന്ന മക്കളെ വിളിച്ചുണർത്തി കെട്ടിപ്പുണർന്നാണ് അവർ വെള്ളമെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചോദിക്കും, എന്തിനാണവർ വെള്ളമെടുക്കാൻ പോകുമ്പോൾ മക്കളെ കെട്ടിപ്പുണർന്ന് കണ്ണീരൊലിപ്പിച്ച് പോകുന്നത്? അവർ പറയുന്നൊരു വാക്യമുണ്ട്, വെള്ളവുമായി തിരിച്ചു വന്നാൽ മോനെ മോളെ കാണാം എന്ന് പറഞ്ഞാൽ ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എപ്പോൾ വേണമെങ്കിലും വെടിയേൽക്കാം. വെള്ളമെടുക്കാൻ പോകുന്നതിനിടയിൽ, വെള്ളമെടുക്കുന്നതിനിടയിൽ, വെള്ളവുമായി തിരിച്ചു വരുന്നതിനിടയിൽ വെടിയേറ്റ് കൊല്ലപ്പെടാം. ഇതാണ് അവസ്ഥ. ഇങ്ങനെ എത്രയെത്രയോ അനുഭവങ്ങൾ ഡോക്ടർ ആങ്സി ചായ്, എന്നിട്ടും അവർ അത്ഭുതപ്പെടുകയാണ്, എങ്ങനെയാണ് ഇത്രമാത്രം ഭീകരതകൾക്കിടയിലും ഒരു ജനത പിടിച്ചു നിൽക്കുന്നത് എന്ന്. ഒരുപക്ഷെ പോരാട്ട ചരിത്രത്തിലെ വിസ്മയമായിരിക്കും പാലസ്തീൻ. കാരണം എത്രയോ പതിറ്റാണ്ടുകളായി അവർക്ക് നേരിടേണ്ടി വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി, ആയുധശക്തി, അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ചാരശക്തി. ലോകത്തിൽ മാധ്യമങ്ങളുടെ മണ്ഡലത്തിൽ വ്യാജ വാർത്തകൾ കൊണ്ട് ജനങ്ങളുടെ തിരിച്ചറിവിനെ തകർക്കാൻ കഴിയുന്നവർ, അവർക്കൊക്കെ എതിരെ എങ്ങനെയാണ് പൊരുതുന്നത്? ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് ഈ എപ്പിസോഡ് താൽക്കാലികമായി ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നതിനൊരു ഉത്തരമുണ്ട്. ആ ഉത്തരം ഇതാണ്. അതും ഡോക്ടർ ആങ്സി ചായ് അവരുടെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. 4 വയസ്സുകാരനായ ഒരു കുട്ടി, മുമ്പും ഈ ഒരു അനുഭവം പ്രഭാഷണങ്ങളിലും പ്രബന്ധത്തിലും ഞാൻ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ പങ്കുവച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ ആവർത്തിക്കുകയാണ്. 4 വയസ്സുകാരനായ ഒരു കുട്ടി ഒരു ഇസ്രായേലി പട്ടാളക്കാരനെ കാണുമ്പോൾ കുനിഞ്ഞു നിന്ന് കല്ലെടുക്കുന്നു. ഇസ്രായേലി പട്ടാളക്കാരൻ ആ കുഞ്ഞിനെ കൈപിടിച്ചുകൊണ്ട്, അവരുടെ നിയമം അനുസരിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ അറസ്റ്റ് ചെയ്യണം. മനസ്സില്ലാ മനസ്സോടെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ കുഞ്ഞിനെ അനുനയിപ്പിച്ചുകൊണ്ട്, നീ എന്തിനാണ് ഞങ്ങളെ കാണുമ്പോൾ കല്ലെടുക്കുന്നത് എന്ന് ചോദിക്കുന്നു. അവനൊന്നും പറയുന്നില്ല. നിന്നെ ആരാണിത് പഠിപ്പിച്ചത്? അവർ പല പ്രലോഭനങ്ങൾ നൽകി. ഒടുവിൽ അവൻ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠനാണ്, എൻ്റെ ഇക്കാക്കയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇസ്രായേൽ പട്ടാളക്കാർക്ക് ആശ്വാസമായി. കാരണം ഈ 3 വയസ്സുകാരനെ പിടിച്ചു വെക്കണ്ടല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അവരും മനുഷ്യരാണല്ലോ. പകരം ഇത് പഠിപ്പിച്ച ആളെ പിടിക്കാമല്ലോ. അങ്ങനെ ഈ കുട്ടിയെയും കൂട്ടി ഏട്ടനെ കാണാൻ, ഭീകരനായ ഏട്ടനെ കാണാൻ ആ വീട്ടിലേക്ക് പുറപ്പെടുന്നൊരു ദൃശ്യമുണ്ട്. ആ വീട്ടിലെത്തുമ്പോൾ ആ വീട്ടിൻ്റെ ഒരു മൂലയിൽ
ഏറെക്കുറെ ഇതേ പ്രായമുള്ള ഒരു 4 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി മണ്ണപ്പം ചുട്ട് കളിക്കുകയാണ്. ഇതാണ് ഏട്ടൻ. ആ 3 വയസ്സുകാരൻ ചൂണ്ടിക്കാണിച്ചു. 4 വയസ്സുകാരനായ ഒരു കുട്ടി 3 വയസ്സുകാരനെ പ്രതിരോധത്തിൻ്റെ പാഠം പഠിപ്പിക്കുന്ന ഒരു രാഷ്ട്രമല്ലാതെ ലോകത്തിൻ്റെ പല ഭാഗത്ത് അഭയാർത്ഥികളായി ജീവിക്കുമ്പോഴും ഞങ്ങളൊരു ജനതയാണ് എന്ന ആത്മാഭിമാനത്തോടെ പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ, രാജ്യത്തിൻ്റെ പൊരുതുന്ന ജനതയുടെ പേരാണ് പാലസ്തീൻ. അന്വേഷണത്തിൻ്റെ അടുത്ത അൽഗോരിതത്തിലേക്ക് സ്വാഗതം.